എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് പുലർച്ചെ മുതൽക്ക്, അതായത് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽക്ക് ഉച്ച വരെയുള്ള വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പലതരത്തിലുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. ഗംഭീര മഴ. നമുക്ക് വണ്ടി കഴുകാനൊരു സൗകര്യമായി, വണ്ടി കഴുകേണ്ടി വന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ മഴ ഉണ്ട് പെയ്തപ്പോൾ വണ്ടി രാവിലെ തന്നെ ഉണ്ട് നേരെ പുറത്തേക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ സർവീസ്, അതായത് വാട്ടർ സർവീസ് കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ചളി എന്നാലും ഉണ്ടാവും, മഴക്കാലമല്ല. അപ്പോൾ അതുകൊണ്ട് പോട്ടെ. നല്ല മഴയല്ലേ ഇന്ന് രാവിലെ തന്നെ. ഏതായാലും വേൾഡ് കപ്പ് ഫുട്ബോൾ ഇന്നിപ്പോൾ ഏതായാലും അർജന്റീന കളിയാണല്ലോ. അപ്പോൾ കളി എങ്ങനെ തുടങ്ങാനായി, സമയം 6:15 കഴിഞ്ഞു, 6:30 ആവാനായി. അപ്പോൾ നമുക്ക് അവല് ഉപ്മാവാണ്, പിന്നെ പഴമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഇതിങ്ങനെ കളി രാവിലെ ആയതുകൊണ്ടേ അപ്പോൾ അതിന് എളുപ്പമുള്ള പലഹാരം ആക്കിയത്. ഞാൻ ഏതായാലും കുളി കഴിഞ്ഞു വന്നു. എന്ന് വെച്ചാൽ കളീൻ്റെ ഇടയിൽ ഹാഫ് ടൈമിൻ്റെ ആ സമയത്ത് കുളി കഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതാ, എന്നിട്ട് വേണം ചായ പലഹാരം. ഇന്ന് പിന്നെ വെച്ചാൽ അവലിൻ്റെ ഉപ്മാവും പഴം ആണ്, നേന്ത്രപ്പഴമാണ്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അങ്ങാടി പോയിട്ട് മീൻ വാങ്ങി വരാൻ. ഇന്നിപ്പോൾ മീനാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ പണ്ട് ഞങ്ങളെ തറവാട് വീട്ടിൽ പിന്നെ പന്ത് കളി കാണാൻ, അതായത് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഫുട്ബോൾ, അത് കണ്ടിരുന്ന ആ ഒരു അന്നത്തെ ഒരു ഓർമ്മകൾ, അതിൽ ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഓർമ്മയാണ് ഞാനൊന്ന് അയവിറക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണിപ്പോൾ ആ ഒരു മനസ്സിൽ വരുന്നത്. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആ ഒരു പഴയ ഓർമ്മയൊക്കെയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തായാലും എന്നത് കാണുമ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഇത് എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് എങ്ങനെ വെച്ചാൽ ഞങ്ങൾ നമ്മളെ തറവാട് വീടിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ തറവാട് വീടിന്റെ ഉൾഭാഗത്ത് അതിൽ തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കളി എവിടെയാണ് കണ്ടിരുന്നിരുന്നത്, ആ ഒരു സ്ഥലം ഒക്കെ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പഴയ കാലത്തെ ഇതായത് ഒരു നീണ്ട ഒരു താഴ്വരയാണ്, നല്ല നീളത്തിൽ. ഏകദേശം നമുക്കൊരു മിനി തിയേറ്റർ, ഒരു സിനിമാ തിയേറ്ററിന്റെ ഒരു മിനി ആ ഒരു സൈസ് ഉണ്ടത്. അപ്പൊ അവിടെ ആണ് ഞങ്ങളെ പ്രത്യേകിച്ച്
തൊണ്ണൂറിലുള്ള വേൾഡ് കപ്പ് 1990, 94, പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ 90-ലാണ്, 89-ൽ ഞങ്ങളുടെ ടെലിവിഷൻ ഉണ്ട്. അപ്പൊ അച്ഛൻ റിട്ടയർ ആയ ആ ഒരു സമയത്ത്, പിന്നെ അന്ന് റിട്ടയർമെന്റ് ആ ഒരു സമയത്ത് കിട്ടിയ നമ്മളെ നാട്ടിൽ നിന്നുള്ള എല്ലാവരും ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഉപഹാരം, അത് അന്ന് കളർ ടെലിവിഷനാണ് കൊടുത്തത്. അപ്പോൾ ഒരു ഈസി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അന്ന്, ഇലക്ട്രോണിക് കോർപ്പറേഷൻ, അതാണത്. അപ്പൊ ചില പഴയ കാലത്തെ ടെലിവിഷനാണ്. അവർ മരത്തിന്റെ ഒക്കെയാണ് അതിന്റെ ആ ഒരു, നമ്മൾ പറയില്ലേ കേസൊക്കെ മരത്തിന്റെ, അന്ന് അങ്ങനത്തെ ആണല്ലോ. പിന്നെ സ്ക്രീൻ ഉണ്ട്, അത് 20 ഇഞ്ചിന്റെ ടെലിവിഷനാണ്. സ്ക്രീനിന് സൈഡിലായിട്ടാണ് നമുക്ക് അതിന്റെ ഈ നോബുകളാണ്, വോളിയം കൂട്ടാന്, കളറ്, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയുള്ളതും, അതുപോലെ ചാനലിനൊക്കെ ഉള്ള സെലക്ട് ചെയ്യാനുള്ളതൊക്കെ സൈഡിലായിരിക്കും. പഴയ ടെലിവിഷൻ ഓർമ്മ ഉണ്ടായിരിക്കും പലർക്കും. അപ്പോൾ അങ്ങനത്തെയാണ്. ഇന്നത്തെ പോലെ നമ്മൾ റിമോട്ടൊന്നും അല്ല, അപ്പൊ അതൊന്നും വന്നില്ല, ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ പഴയ മോഡലാണ്. നമുക്ക് വോളിയൊക്കെ നമ്മൾ കസേലയിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെല്ലണം. അന്നത്തെ ആ ഒരു ഇത് അങ്ങനെയാണ്, അത് കളർ ടെലിവിഷനാണ്, നല്ല ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ടി വിയിലാണ് ഞങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോൾ, ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള നാടും പരിസര പ്രദേശം, അപ്പൊ ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ എത്തുന്നത്. അതെങ്ങനെ വെച്ചാല്, അപ്പൊ ഈ 90-ലുള്ള വേൾഡ് കപ്പ് ഇതേപോലെ അന്ന് ഇറ്റലിയിൽ നടക്കുന്ന വേൾഡ് കപ്പാണ് 90-ല്. അപ്പൊ ആ സമയത്ത് നല്ല, അതൊക്കെ ഏകദേശം ഒരു വൈകിട്ട് ഒക്കെ തന്നെയായിരുന്നു സമയം. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു, അപ്പൊ രാത്രിയാണ് കളി. അപ്പൊ നല്ല, ഇത് നമ്മൾ ജൂൺ മാസമൊക്കെ ആണല്ലോ, അപ്പൊ ജൂൺ ജൂലൈയിലൊക്കെ വെച്ചാൽ നല്ല മഴയുള്ള, നല്ല ഭയങ്കര മഴയുള്ള സമയം. അപ്പോൾ പഴയ ആ ഒരു ടെലിവിഷൻ, പിന്നെന്താ വെച്ചാല് ആന്റിനയാണ് നമുക്കന്ന്, ദൂരദർശൻ, പിന്നെ ആ ഒരു ദൂരദർശൻ മാത്രമുള്ള കിട്ടുന്ന കാലമാണ് ഇപ്പത്. അപ്പോൾ ആന്റിന വഴിയാണ്. അപ്പം അന്ന് ഇന്നത്തെ പോലെ നമുക്ക് ആ ഒരു, ഇപ്പോൾ നമ്മൾ ഫുൾ HD 4K ആ രൂപത്തിലുള്ള, ഇപ്പൊ ഇന്ന് വേറെ രൂപത്തിലാണല്ലോ, ഡിജിറ്റലാണല്ലോ. അപ്പൊ അന്ന് അങ്ങനെയല്ല, അന്ന് നമുക്ക് സാധാരണ പോലെയാണ്. അപ്പൊ ഇനി എയർ വഴി വരുന്ന അതുകൊണ്ട് ചില നമുക്ക് കാറ്റടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇളകരുത്, കറക്റ്റ് ആയിട്ട് പൊസിഷനിൽ നിൽക്കണം ആന്റിന, അതിന് വലിച്ചു കെട്ടുകയൊക്കെ ചെയ്യും. എന്നാലും നല്ല ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി തന്നെയായിരുന്നു, നല്ല ക്ലിയർ ഉണ്ട്. എനിക്ക് ഇന്ന് ഇപ്പോൾ ഓർമ്മ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മള് വീട്ടില്, അപ്പൊ ഈ കളിന്റെ ആ ഒരു സമയത്ത് അന്ന് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ടെലിവിഷൻ വന്നിട്ടുള്ളൂ. വളരെ ചുരുക്കം തന്നെ. ഞങ്ങളെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 വീടുകളിലേ ഉള്ളൂ. അപ്പൊ വെച്ചാൽ പിന്നെ അപ്പൊ അത് എങ്ങനെ വെച്ചാൽ എല്ലാവരും ഈ വൈകിട്ട് ടെലിവിഷൻ, നമ്മൾ ഈ ഫുട്ബോൾ മാച്ച് ലൈവ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടിലാണ് വരിക. അപ്പോൾ അച്ഛൻ ഉള്ള കാലം, അച്ഛനെങ്കിൽ ഭയങ്കര ഫുട്ബോളിന്റെ ഒരു ആരാധകനാണ്. അപ്പോൾ കേരളത്തിന് വെളിയിലൊക്കെ ഉള്ള പല ഗ്രൗണ്ടുകളിലും പോയിട്ട്, ഓൾമോസ്റ്റ് ഇന്ത്യയിലെ മിക്കവാറും ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് അച്ഛൻ നേരിട്ട് പോയിട്ട് തന്നെ കളി കണ്ടിരുന്നു അന്ന്. ആ നാടും അതിന്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരെ അങ്ങോട്ട് വരും. കാരണം അവിടെ ഇരുന്ന് കാണാനുള്ളൊരു, നമ്മളൊരു ആ ഒരു വൈബ് വേറെ ആയിരുന്നു. പിന്നെ വളരെ ചുരുക്കം വീടുകളിൽ അന്ന് ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു അത്രയും നല്ലൊരു വൈബിൽ കാണണമെങ്കിൽ ഞങ്ങളെ വീട്ടിൽ തന്നെ കാണണം, അത് അങ്ങനെ പറയാൻ തന്നെ. അപ്പൊ എന്താ വെച്ചാല് വൈകിട്ട് അങ്ങനെ കളി, അപ്പൊ എല്ലാവരും കൂടി അങ്ങനെ, അത് കഴിഞ്ഞ് പിന്നെ ഹാഫ് ടൈം ആണ്, അങ്ങനെ ആ ഒരു സമയത്തൊക്കെ എല്ലാവരും, അപ്പൊ എന്താ വെച്ചാൽ നമ്മള് വീട്ടിലന്ന് ചിലപ്പോ ഈ ഇത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിലും എന്താ വെച്ചാൽ അന്ന് ഇന്നും ഓർമ്മ ഉണ്ട് വെച്ചാൽ, വീട്ടില് നമ്മള് ചായ, അതുപോലെ എന്തെങ്കിലും ചെറു പലഹാരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാവുമല്ലോ, ചിപ്സ് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഈ വരുന്ന ആളുകൾക്കും ഉണ്ട്. അങ്ങനെ ഒന്നിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്നിച്ച് അപ്പോഴേക്ക് വീടിന്റെ സൈഡില് പഴയ അടുക്കളേന്റെ ഒക്കെ ഭാഗത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ ചായ ഒന്നിച്ച് വലിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ അപ്പോഴേക്ക് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മൾ ശരിക്കും ഒരു കല്യാണ തലേസൊക്കെ എങ്ങനെയാണ് അതുപോലത്തെ അത്രയും വൈബായിരുന്നു. ഭയങ്കര, അത് അങ്ങനെ അപ്പോഴാണ് ആ കളി അതിൽ പല 2 ടീമാണെങ്കിലും അതിൽ പല 2 ടീമിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു സമയത്തുള്ളൊരു ആ ഒരു ഗോൾ അടിക്കുന്നതും ജയിക്കുന്നതും ഒക്കെ പറഞ്ഞ ആ ഒരു, അപ്പൊ എന്താ വെച്ചാൽ നമ്മളാ സ്റ്റേഡിയത്തിൽ ഗാലറിയിലുള്ള വാശി പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ കണ്ടിരിക്കുന്ന സ്ഥലത്തും. അപ്പൊ അമ്മ പിന്നെ പെങ്ങന്മാര് അവരൊക്കെ പ്രധാനപ്പെട്ട കളികൾ, അതായത് സെമി ഫൈനലും ഫൈനലൊക്കെ കാണാൻ അവരും ഇരിക്കും. അല്ലാത്ത കളികൾക്കൊന്നും അവരൊക്കെ കിടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ വടക്കേ മുറി തെക്കേ മുറി ഒക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ കിടന്നുറങ്ങിയാൽ പിന്നെ അവർക്ക് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ അവർക്കത് ശീലമായി. മിക്കവാറും എല്ലാ സ്പോർട്സ് മത്സരങ്ങളും അവിടെ അങ്ങനെ കണ്ടിരുന്നത്, ക്രിക്കറ്റ് ആണെങ്കിലും. പക്ഷെ വേൾഡ് കപ്പിനായിരുന്നു, ഫുട്ബോളിലാണ് കുറച്ച് കൂടുതൽ ഇത് ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്ന് കാണുന്നു, നമുക്ക് മൊബൈൽ ഫോണിൽ വരെ കളി കാണാൻ പറ്റില്ല. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അത്രയും, പിന്നെ ഇപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതും ആ ഒന്നിച്ച് ആളുകളുടെ ഇടയിൽ ഇരുന്ന് കാണുന്ന തമ്മിലുള്ള ഒരു വ്യത്യാസം ഭയങ്കരമാണ്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് ഫുട്ബോളിന് വളരെയധികം ആരാധകരുള്ളൊരു സ്ഥലം. അതിപ്പോ ഇനി ചെറിയ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ ഇപ്പൊ ഈ മൈതാനങ്ങളുണ്ടല്ലോ, അതുപോലെ പാടത്തൊക്കെ നടക്കുന്ന വേനൽക്കാലത്ത് നടക്കുന്ന ചെറിയ നമ്മൾ സെവൻസ് ഫുട്ബോൾ മുതൽക്ക്
ഇപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള ലോകകപ്പിന് വരെ ഒരു അവർക്ക് ഒരേ സീരിയസിൽ എന്ന് പറഞ്ഞ പോലെയാണ് ആസ്വാദനം. ഏത് കളിയാണെങ്കിലും വളരെ ആസ്വദിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ മലപ്പുറം ജില്ലയിൽ ഞാൻ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളൊന്ന് പോയതാണ്. എനിക്ക് പിന്നെ ഓർലിക്സ് അതുപോലെ പിന്നെ നിലക്കടലുണ്ട് വറുത്തത്. ഇന്നിപ്പോ അങ്ങനെയാണ് രാവിലെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മീൻ വാങ്ങല്. അപ്പൊ അത് മീൻ വാങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ മീൻ വാങ്ങി പോണം. കളിയൊക്കെ കഴിഞ്ഞ് നേരെ ചായവലാരൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണല്ലോ ഇപ്പോൾ വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം സാധാരണ വാങ്ങുന്നേക്കാളും കുറച്ച് നേരം വഴുകി, അത്രേ ഉള്ളൂ. എന്നാലും ഇല്ല, അപ്പോൾ ഇനി വാങ്ങി പോട്ടെ. ഇപ്പോൾ മീൻ മുളകടലാണ്, അതിന് പറ്റുന്ന മീൻ നോക്കിയിട്ട് വാങ്ങണം. നമുക്ക് ഏതായാലും ഈ ഒരു ചെറിയ അയില അത് വാങ്ങാം. നമ്മളിതാ ഒക്കെ വാങ്ങി വീട്ടിലെത്തി. കണ്ടോ, 7 ഉള്ളൂ. ഇന്നും വളരെ കുറച്ച്. അത്യാവശ്യം വില ഉണ്ട് മീനിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് പാകത്തിന് വാങ്ങിയിട്ടുള്ളൂ. മുളകിടാനാണ്. അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് മതിയാണ് ഞങ്ങൾക്ക്. വറക്കലൊന്നുമില്ല, ഇന്ന് മുളകിടൽ മാത്രം. ചെറിയ അയില മുളകിട്ടത്. അപ്പം അതിലേക്കുള്ള ചേരുവകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കട്ടെ. ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റി അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പുളിയൊക്കെ പിഴിഞ്ഞ് വാരിൻ്റെ അമ്മ. അപ്പോൾ നമ്മളെ മീൻകറി അതവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പന്തലൂർ ഒന്ന് പോകണം. വണ്ടി കൊണ്ട് പോകാണ്ട്. വണ്ടിക്ക് കുറച്ച് റിപ്പയർ അല്ല, നമുക്ക് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്യാണ്ട്. അപ്പോൾ അതൊന്ന് പോകണം. അതിന് വേണ്ടി പോകണം. വണ്ടി അവിടെ കൊടുത്തു പോരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ എടുത്തത്. ഞാനങ്ങനെ പന്തലൂർ ഞങ്ങളുടെ നാട്ടിൽ എത്തി. അതിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ നമ്മളെ ഓർമ്മയിൽ ഫുട്ബോളിൻ്റെ ആ ഒരു ഓർമ്മയിൽ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറയെ പൊടികളും അതുപോലെ ഫ്ലെക്സും പലതരത്തിലുള്ള അത്രയും ആവേശമാണ്. കണ്ടില്ലേ, നമ്മൾ റോഡ് സൈഡിൽ ഇതാ അവിടെ കാണാം. നേരെ മോൾ ഭാഗത്ത് കണ്ടില്ലേ, അത്രയും ആവേശമുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ. ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് മുതൽക്കേ പണ്ട് പോലൊക്കെ ഉണ്ട് ഇത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴും അടുത്ത ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത ടൗണിലേക്ക് പോകുമ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ കേരളത്തിൽ തന്നെ അങ്ങനെയാണ്. ഫുട്ബോളിന് നല്ലൊരു ആസ്വാദകരുള്ള സ്ഥലം കൂടിയാണ്. ചില ഭാഗത്തത് കൂടുതലാണ്, ചില ജില്ലകളിൽ. ഇവിടെ കണ്ടില്ലേ. നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇടത്തെ സൈഡിൽ ഇവിടുന്നെയാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും അവിടെ എത്തി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം വന്നാൽ മതി. ഞാൻ ഏതായാലും ഒക്കെ പോയി വന്നു. വണ്ടി ഇനിയിപ്പോൾ വണ്ടി വൈകിട്ട് പോയിട്ട് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ
ഞാൻ നേരെ ബസ്സിലോട്ട് പോന്നു. ഇനിയിപ്പോൾ നമുക്ക് കപ്പേൻ്റെ കാര്യങ്ങൾ അത് നോക്കാം. കപ്പ അപ്പോൾ ഞാൻ അതിൽ വന്നപ്പോൾ കപ്പ, നല്ല കപ്പ അവിടെയൊക്കെ കിട്ടും. ആ ഭാഗത്തൊക്കെ നല്ല കപ്പ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ കപ്പയൊക്കെ വാങ്ങി വന്നു. ഇനിയിപ്പോൾ അതുകൂടി ഉണ്ട്, കാരണം നമുക്ക് മീൻ മുളകിട്ടേക്ക് കപ്പ, അതാണ് അതിൻ്റെ ശരിക്കുള്ള കോമ്പിനേഷൻ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പം അതുകൊണ്ടാണ് കപ്പ വാങ്ങിയത്. മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇനിയിപ്പോൾ വന്ന ശേഷം ഇനി ഇതുകൂടി ഇത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ പോലെ മുളക് കീറിയിട്ടിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. വെള്ളം കൂറ്റി കളഞ്ഞ് കറി ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഈ രൂപത്തിൽ. ഇത് ചോറിനൊക്കെ നല്ലതാണ്. ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കുകയായി. അമ്മയ്ക്ക് ഒക്കെ കൊടുത്തു. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് നല്ല ചോറും കപ്പയും മീൻ മുളകിട്ടത്, പപ്പടം കാച്ചിയതുണ്ട്. ആ കപ്പേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആ ഒരു കണ്ടോ, ആ ഒരു മുളകിട്ടത് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്, കപ്പയും മീനും. ഈ കപ്പയും മീനും മാത്രം മതി, ചോറ് വേണമെന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.